ബഡ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മനുഷ്യൻ ചന്ദ്രനിൽ വരെ എത്തി നിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട്. അവരോട് ദൈവമുണ്ട് എന്നുള്ള ഒരു ചെറിയ പരീക്ഷണവുമായി നമ്മുടെ സുനിത സിസ്റ്റർ ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികൾ. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് ഒരു കുഞ്ഞു പരീക്ഷണത്തിലൂടെ നമുക്കൊരു വലിയ കാര്യം പഠിക്കാം. അത് മറ്റൊന്നുമല്ല, ആത്മീയത. ഇന്ന് ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കഴിവ് മതി, അറിവ് മതി, ഇന്ന് ദൈവമൊന്നും ഇല്ലേലും കുഴപ്പമില്ല, നമ്മൾ ഒത്തിരി വളർന്നു അല്ലേ. സയൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചന്ദ്രനിലും അങ്ങ് ഒത്തിരി വളർന്നു, ഹൈലി അഡ്വാൻസ്ഡ് ആയി. ഈ ലോകത്തിൽ ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ടോ എന്ന് ചിന്തിക്കുന്ന നമ്മുടെ കുറച്ച് സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഗ്ലാസ് കാണിക്കുന്നത് ഈ ലോകമാണ്. ഓക്കെ, എന്താ ലോകം? ഗ്ലാസ് ഇട്ടാൽ എന്ത് സംഭവിക്കും? പൊട്ടും, പ്രശ്നം ഉണ്ടാവും. ലോകം നമുക്ക് വേണം. ഓക്കെ, ഞാൻ മരിക്കുമ്പോൾ ഈ ലോകം എനിക്ക് നഷ്ടപ്പെടും, എന്നേക്കുമായി നഷ്ടപ്പെടും. ഓക്കെ, പക്ഷെ എനിക്ക് ജീവിച്ചേ മതിയാവും. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ലോകത്ത് ജീവിക്കണം. ഫോക്ക് നമ്മുടെ വീട്ടിൽ കാണും. ഈ ഫോക്ക് നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ അടുത്ത് വേണ്ടത് ടൂത്ത് പിക്കാണ്, പിന്നെ ഒരു മാച്ച് ബോക്സ്. ഓക്കെ, സാധനങ്ങൾ റെഡി. അപ്പോൾ നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകമാണ്. ഈ രണ്ട് ഫോക്കിൽ ഒരു ഫോക്ക് കാണിക്കുന്നത് നമ്മുടെ കഴിവാണ്. എന്താ? നമ്മുടെ കഴിവാണ്. ഈ കഴിവിൽ എന്തൊക്കെ വരും? പാടാനുള്ള കഴിവ്, ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, കലാപരമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ്, ക്രിയാത്മകത, ചിരിക്കാനുള്ള കഴിവ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ കഴിവിൽ വരും. ഓക്കെ, അപ്പം ചില ആൾക്കാർ വിചാരിക്കും ഈ കഴിവുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടി, ഓക്കെ, കുഴപ്പമില്ല, ഉഷാറായിട്ട് സുന്ദരമായിട്ട് ഈ ലോകത്ത് ജീവിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫോക്ക് കാണിക്കുന്നത് അറിവ്. അറിവെന്താ? നമുക്ക് പല കണക്ക്, ഫിസിക്സ്, ബയോളജി, നമുക്ക് പല അറിവുണ്ടല്ലോ. പ്രകൃതിയെ പറ്റി അറിയണം, മനുഷ്യരെ പറ്റി അറിയണം, നമ്മളെപ്പറ്റി അറിയണം. ഇങ്ങനെ അറിവ് പ്രധാനപ്പെട്ടതാണ്. പരീക്ഷ കണ്ടിട്ടില്ലേ, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ PSC ടെസ്റ്റ് എഴുതുന്നു, പല പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ചെയ്യുന്നതിനാ ഈ അറിവിൻ്റെ അളവനുസരിച്ചും അത് കൃത്യമായിട്ട് അവർക്ക് കൃത്യസമയത്തിൽ ചെയ്തു തീർക്കാൻ പറ്റിയ അവർ വിജയമായി മാറി. അപ്പോൾ ചില വിചാരിക്കും അറിവുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം കീഴടക്കാം, എല്ലാം നേടി, അറിവ് മതി. ഓക്കെ, അപ്പോൾ ചിലവർ പറയും കഴിവും വേണം, അറിവും വേണം, ഇത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് ഈ ലോകത്ത് ഉഷാറായി ജീവിക്കാം. നമുക്ക് നോക്കാം പറ്റുമോ? ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, വീണ് പോകുന്നു. ഇനി എത്ര ശ്രമിച്ചാലും നമുക്ക് പറ്റത്തില്ല. അപ്പം എന്നാ ചെയ്യണേ? അറിവിനെയും കഴിവിനെയും ബന്ധിപ്പിക്കാൻ നമുക്ക് ആത്മീയത വേണം. ഈ ആത്മീയത സൂചിപ്പിക്കുന്നതാണ് ഈ ഇത്തിരി പോകുന്ന ഭാരമില്ലാത്ത ഈ കുഞ്ഞു ടൂത്ത് പിക്ക്. ഇതിന് നമ്മൾ അധികം വില കൊടുക്കാറില്ലല്ലോ. നമ്മൾ കഴിച്ച ശേഷം നമ്മൾ പല്ലിലൊക്കെ ആയെങ്കിൽ അതെടുത്ത് കളയാനാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് വിചാരിക്കുക, നമ്മൾ ആത്മീയത, ഒരു പൊടിക്ക് നമുക്ക് ആത്മീയതയുണ്ട്, ദൈവത്തോട് ബന്ധമുണ്ട്, എന്ത് സംഭവിച്ചാലും ദൈവം കൂടെയുണ്ട്, ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു വിശ്വാസമുള്ള വ്യക്തി. ഓക്കെ, ആ വ്യക്തി ഈ ആത്മീയത അവൻ്റെ ജീവിതത്തിൽ തിരികെ കയറ്റുന്നു. ഓക്കെ, നമ്മൾ ആത്മീയത തിരികെ കയറ്റി നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വെക്കുവാണ്. കണ്ട, ഇതുവരെ രണ്ട് ഭാരമുള്ള സാധനം അറിവും ജ്ഞാനവും കൂടി ചേർത്ത് വെച്ചപ്പോൾ അത് നിന്നില്ല, തറയിൽ വീഴുമായിരുന്നു. ഇപ്പം നോക്കിക്കേ, ആ ഒരു സ്റ്റിക്കിൽ ആത്മീയതയിൽ അത് ബാലൻസ് ചെയ്ത് അറിവും കഴിവും തറയിൽ തൊടാതെ സംഭവം നിൽക്കുവാണ്. ഈ ലോകം ആത്മീയത ഉള്ളവനും ജീവിക്കും, ആത്മീയത ഇല്ലാത്ത ചിലപ്പോൾ നിരീശ്വരവാദിയും ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വാസമുള്ളവരും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ വിശുദ്ധനായാലും പാപിയായാലും സഹനങ്ങൾ വരും, പ്രശ്നങ്ങൾ വരില്ലേ? ദൈവത്തോട് ചേർന്ന് നിന്നെന്നും പറഞ്ഞുകൊണ്ട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കുറയോ? അല്ല, രോഗം ഒരിക്കലും വരാതിരിക്കുക, എല്ലാ പ്രശ്നങ്ങളൊക്കെ വരും. അത് മാനുഷിക സഹജമാണ്. ആ പ്രശ്നങ്ങളെ കാണിക്കുന്നതാണ് തീ, സഹനം. ഈ തീ ഇത് കത്തിക്കുവാണ്.
ഓക്കെ. ആകപ്പാടെ ഇത്തിരി വിശ്വാസത്തിലാണ് അവൻ ജീവിക്കുന്നത്. ഓക്കെ. ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ എന്ത് വന്നാലും എൻ്റെ ദൈവം കാത്തു സൂക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇതിപ്പോൾ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. എന്ത് ചെയ്യും? ഒരിത്തിരി പോലും ഉണ്ടായിരുന്നു, അതും കത്തി. നമുക്ക് ഒന്നുകൂടി കത്തിച്ച് നോക്കാം. ഓക്കെ. എന്താണ് പ്രശ്നങ്ങൾ ഒന്ന് മാത്രമല്ലല്ലോ. പ്രശ്നങ്ങൾ ഇപ്പോൾ ഭയങ്കര വിശ്വാസിയാണ്, ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവരാണ്. പക്ഷെ ഒത്തിരി പ്രശ്നങ്ങൾ, സഹനങ്ങൾ ഇനി കത്താനില്ല കേട്ടോ, കത്തുന്നില്ല, തീർന്നു. അപ്പോൾ ഒരു മില്ലി മീറ്റർ ആയിരിക്കും, ഒരു തുളുമ്പിലാണ് സംഭവം ഇരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അത് ഇരിക്കുന്നില്ലേ? അറിവിനെ കഴിവിനെ ചേർത്ത് വെച്ച് ഈ ലോകത്തിൽ ബാലൻസ് ചെയ്ത് ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം മക്കളെ. നമ്മുടെ ആത്മീയതയും ഇതുപോലെ ആയിരിക്കണം. നമുക്ക് പണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചാണക്യൻ എന്ന് പറയുന്ന ഒരു തത്വചിന്തകനുണ്ടായിരുന്നു. പുള്ളി പറയുന്നത്, പൂവിൽ മണമുള്ളതുപോലെ, എള്ളിൽ എണ്ണ ഒളിഞ്ഞിരിക്കുന്നത് പോലെ, തടിയിൽ അഗ്നി ഇരിക്കുന്നത് പോലെ, കരിമ്പിൽ ശർക്കര ഇരിക്കുന്നത് പോലെ, ആത്മാവിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ആത്മീയതയെ നമ്മൾ ജ്ഞാനം കൊണ്ട് തിരിച്ചറിയണം. എന്താ പുള്ളി പറഞ്ഞ? നമ്മൾ പൂവിൽ നിന്ന് മണം വേർപെടുത്താൻ പറ്റുമോ? എവിടെയാണ് ഒളിഞ്ഞിരിക്കണേന്ന് കാണാൻ പറ്റുമോ? ഇല്ല. തടിയിലെ അഗ്നി നമുക്ക് അറിയില്ല, ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള ആത്മീയതയെ നമ്മൾ വിവേകം കൊണ്ട്, അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് തിരിച്ചറിയണം. എന്ത് രസമല്ലേ? അപ്പം ആത്മീയത നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ആത്മീയത എന്നാ? നമ്മുടെ ദൈവം, നമ്മുടെ ക്രിസ്തു. അതിന് മറ്റപ്പുറോ ഇപ്പുറോ ഒന്നുമില്ല. ക്രിസ്തുവിൻ്റെ കൈപിടിച്ച് നടന്നാൽ അവന് ഇതുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി ഇല്ലെന്ന് വിചാരിക്കുക. ഓക്കെ, ആത്മീയത എനിക്ക് ഈ ലോകത്ത് എനിക്ക് വേണ്ട, എനിക്ക് ജ്ഞാനം മതി, അറിവ് മതി, ഈ ലോകവും മതി, ലോകത്തിലെ സൗന്ദര്യവും മതി. ആത്മീയത നമ്മളൊന്ന് തട്ടി മാറ്റിക്കേ, ഒന്നൊന്ന് മാറ്റിക്കേ, താഴെ വീണു അല്ലേ? നടുവൊടിഞ്ഞ് താഴെ വീണു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും മലമുകളിൽ നിന്ന് താഴെ വീഴുന്ന അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ ഞാനതിൽ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ? ഏത് ചോദ്യങ്ങൾക്കും വിട്ടാൽ നമ്മൾ മണിയായി ഉത്തരം പറയുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ മലയിൽ നിന്ന് താഴെ വീണാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെന്നി വീഴുന്നത് പോലെയാണോ? ഇല്ല. നമ്മുടെ കൈയും കാലും ഒക്കെ ഒടിയും, ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം. ഓക്കെ, നമ്മുടെ താളം തെറ്റും. അങ്ങനെ അവസ്ഥ ഉണ്ടാകരുത് മക്കളെ. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് നമ്മുടെ ദൈവം വേണം. ദൈവത്തിൻ്റെ കൈ പിടിച്ചേ നമുക്ക് ഈ ലോകത്തിലെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആത്മീയത വേണ്ടേ? വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ദൈവത്തെ വിട്ട് വേറൊരു കളിയില്ല. ഓക്കെ, ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ സുനിത സിസ്റ്ററിന്റെ ഇന്നത്തെ പരീക്ഷണം അടിപൊളിയായിരുന്നില്ലേ? വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ അറിയുന്ന സെക്കൻഡ് സെഗ്മെന്റിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ചെറുപ്പത്തിൽ വിശുദ്ധനായില്ലെങ്കിൽ ഞാൻ വിശുദ്ധനാവില്ലെന്ന് പറഞ്ഞ അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബെർഗ്സ്മാനെ കുറിച്ചാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പം നമുക്ക് പോകാം നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ്, വിശുദ്ധരും കുട്ടികളും. സ്നേഹമുള്ള കുട്ടികളെ, വിശുദ്ധരും കുട്ടികളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധ ഡോൺ ബോസ്കോയെ കുറിച്ചാണ് പഠിച്ചത്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിന് എന്താണ് പ്രചോദനമായി മാറിയത്? 9 വയസ്സുള്ളൊരു ബാലൻ എങ്ങനെയാണ് വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ചെറുപ്പത്തിലെ അപ്പൻ മരിച്ചെങ്കിലും തനിക്ക് ലഭിച്ച ഒരു സ്വപ്നം, ആ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ, ദരിദ്രരായിട്ടുള്ള കുട്ടികളെ എങ്ങനെ വിശുദ്ധരാക്കി, ശപിച്ചും തർക്കിച്ചും കഴിഞ്ഞവരെ എങ്ങനെ വിശുദ്ധരാക്കി മാറ്റി എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ എപ്പോഴാണ് വിശുദ്ധ ജീവിതത്തിന് എങ്ങനെയാണ് പ്രചോദനം ലഭിക്കുക എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കണത് എന്നാണ് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് വിശുദ്ധരാകാനായിട്ട് സാധിക്കുക. ചെറുപ്പത്തിൽ വിശുദ്ധനായില്ലെങ്കിൽ ഞാൻ വിശുദ്ധനാകുകയില്ല എന്ന് പറഞ്ഞൊരു വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് പഠിക്കണം. അത് മറ്റാരുമല്ല, അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായ നിങ്ങൾക്കറിയാവുന്ന വിശുദ്ധ ജോൺ ബെർക്ക്മെൻസ് ആണത്. എനിക്ക് ഈ വിശുദ്ധ ജോൺ ബെർക്ക്മെൻസിനോടുള്ള താല്പര്യം
എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, വൈദികനാകാനായിട്ട് പഠിച്ചിരുന്ന ആദ്യത്തെ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 11ഉം 12ഉം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ എൽത്തുരുത്ത് ആശ്രമത്തിനോട് ചേർന്നുള്ള സെൻറ്റ് ജോൺ ബെർക്ക്മെൻസിൻ്റെ അസ്പയറൻ്റ് ഹൗസിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവിധ പുസ്തകങ്ങൾ വായിച്ചിരുന്നു. ആ കുട്ടി അല്ലെങ്കിൽ യുവാവ് 3 നിധികളായിട്ട് കണ്ട കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ പഠനവിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളും വായിച്ച് കാണുമായിരിക്കാം. ഒന്നാമത്തെ എന്താണ്? ക്രൂശിത രൂപം. ക്രൂശിത രൂപം നമുക്ക് എത്രമാത്രം താല്പര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ താല്പര്യത്തോടു കൂടിയിട്ടൊന്നും ചിലപ്പോൾ കുട്ടികൾ ക്രൂശിത രൂപം ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. എന്നാൽ ഈ വിശുദ്ധൻ്റെ പ്രത്യേകത, തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നിധിയായിട്ടാണ് ഈ ക്രൂശിത രൂപത്തെ കണ്ടേ. രണ്ടാമതായിട്ട് നിധിയായിട്ട് പരിഗണിച്ചത് മറ്റൊന്നുമല്ല, ജപമാലയാണ്. എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും മാതാവിനോടുള്ള ഭക്തിയിലും വളരെയേറെ ഉയർന്ന ജീവിതം നയിച്ചിരുന്നതാണ് വിശുദ്ധ ജോൺ ബെർക്ക്മെൻസ്. അതുകൊണ്ട് തന്നെയാണ് യുവാക്കൾക്ക്, കുട്ടികൾക്ക്, അവർക്കൊക്കെ വലിയ താല്പര്യത്തോടു കൂടിയിട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഈ വിശുദ്ധൻ്റെ മാതൃക തിരുസഭ പ്രത്യേകമായിട്ട് മുന്നിൽ വയ്ക്കുന്നത്. മൂന്നാമത്തെ നിധി അത് സഭയുടെ നിയമങ്ങളാണ്, നിയമാവലിയുടെ പുസ്തകമാണ്. നിയമങ്ങളൊക്കെ കുട്ടികളെ ഏത് രീതിയിലാണ് കാണുന്നത്? പലരും ഭയങ്കര ശല്യമായിട്ടാണ് കാണുന്നത്. ഈ നിയമങ്ങൾ തെറ്റിക്കുന്നതിലാണ് കുട്ടികൾക്ക് സന്തോഷം. ശരിക്കും പറഞ്ഞാൽ പറയേണ്ട വാക്ക് സന്തോഷം എന്നുള്ളതല്ല, ഹരം. ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളൊക്കെ തെറ്റിച്ച് കുട്ടികൾ ബൈക്കും കൊണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടാൽ അത് വലിയ സംഭവമായിട്ടാണ് കുട്ടികളുടെ ഇടയിലൊക്കെ പരിഗണിക്കപ്പെടുന്നത്. അത് കാര്യങ്ങൾ തെറ്റിക്കുന്നതിൽ, മറ്റുള്ളവരെ പറ്റിക്കുന്നതിൽ, അങ്ങനെ കേമികളും ആകുന്നതിനാണ് പലരും മുൻഗണന കൊടുക്കുന്നത്. എന്നാൽ വിശുദ്ധ ജോൺ ബെർക്ക്മെൻസ് നിയമങ്ങൾ, അതിൻ്റെ പുസ്തകത്തെയൊക്കെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞ 3 നിധികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. ഒന്നാമത്തെ നിധി ക്രൂശിത രൂപം, രണ്ടാമത്തെ നിധി ജപമാല, മൂന്നാമത്തെ നിധി നിയമാവലി. ഈ 3 കാര്യങ്ങൾ അത് ഒത്തിരിയേറെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ യുവാവിൻ്റെയൊക്കെ ജീവിതത്തെ അത് മാറ്റിമറിക്കുകയാണ്. ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാനായിട്ട് ക്രൂശിത രൂപം സഹായിച്ചപ്പോൾ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും ഈശോയുടെ ജനനം മുതൽ ഉത്ഥാനം വരെ ധ്യാനിക്കുന്നതിൽ ജപമാലയും സഹായിച്ചപ്പോൾ, ഡിസിപ്ലിനോട് കൂടിയിട്ട് ഈശോയെ പ്രീതിപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നിയമാവലിയും കൂടിയിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയും, ഇവർ ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചോരില്ല എന്ന് പറയും. ചിലപ്പോൾ ഈ 3 പേര് കൂട്ടുകെട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചോരില്ല എന്ന് പറയും. എന്ന് വെച്ചാൽ അത് കറക്റ്റായി എന്നർത്ഥം. ക്രൂശിത രൂപവും ജപമാലയും നിയമാവലിയും ഇത് 3ഉം കൂടിയിട്ട് അങ്ങോട്ട് ഒരുമിച്ച് ചേർന്ന് ഒരാളുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ പറഞ്ഞ കാര്യങ്ങളാണ് വിശുദ്ധ ജീവിതത്തിന് അടിത്തറയായിട്ട് മാറണേ. ഈശോയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സഭാ നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യവും. ഇപ്പം അമ്മ പറയുന്ന അപ്പം പറയുന്നതൊക്കെ കേൾക്കാതിരിക്കുന്നതിൽ ത്രില്ലുള്ള കുട്ടികളാണെങ്കിൽ പിന്നെ അച്ഛനൊന്നും പറയാനില്ല. അധ്യാപകർ പറയുന്നത് അനുസരിക്കാതിരിക്കാനുള്ള റിസർച്ച് നടത്തുന്ന കുട്ടികളാണെങ്കിൽ അവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ക്രൂശിത രൂപവും ജപമാലയും നിയമാവലിയും സമഞ്ജസമായിട്ട് ഒരാളിൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ അത് വിശുദ്ധ ജീവിതത്തിൻ്റെ അടിത്തറയാകുമെന്നതിൽ സംശയമില്ല. മരിക്കാൻ നേരത്ത് ചോദിച്ചപ്പോൾ സെൻറ്റ് ജോൺ ബെർക്ക്മെൻസ് പറഞ്ഞ കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നിയമവും ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല. ക്രൂശിത രൂപവും ജപമാലയും നിയമാവലിയും നിധികളെ പോലെ കണ്ടുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വിശുദ്ധ ജോൺ ബെർക്ക്മെൻസ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
സജീവവും ഊർജ്ജസ്വലവുമായ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവവചനങ്ങൾ കാണാതെ പറയുന്ന 2 കൊച്ചു കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെട്ടാലോ? ആവേ മരിയയും ഓസ്റ്റിൻ സിൻസുമാണ് ഇന്ന് നമുക്ക് അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് പോകാം നമ്മുടെ 3rd സെഗ്മെന്റ് ബ്ലൂമിംഗ് ടാലൻസ്. ദൈവം സ്നേഹമാണോ? യോഹന്നാൻ 4:8. നീരാണികമാണ് ഉൽപ്പത്തി 12:2. ദൈവത്തിനെയും സത്യമാവത്തായി 19. വരുവിൻ നമുക്ക് നമ്മൾപ്പെടാം മേശന്ന് പോയിന്നിട്ട് തത്തവ്യന്തിച്ചു 33. ദൈവത്തോട് ചേർന്ന് നിത്യാക്കും 4:8. സത്യമത പോയിട്ട് 30. വിജയനാണ് കർത്താവാണ് സുഭാഷിതമൊന്ന ഫിബി 3:11. കർത്താവായ ദൈവമാണ് എൻ്റെ ബലാഭൂക്ക് 3:19. തിമ്മേ 49. തീയത്തുയോമ 12:21. അൻസനം ബലിയേക്കാൾ ശാസ്ത്രമാണ് സമയം 12:2. തിരിച്ചെയ്ത നന്ദിന്ന് തൂപ്പിച്ച് ജൈമിയ 3:12. കുഞ്ഞുങ്ങളെപ്പോലെ എല്ലാ സൗരാജ്യ ലൂക 18:16. ആദ്യത്തിന് വൈവിധമാണ് 3:9. പോയിക്കൊള്ളുക മേലി പാപം ചെയ്യണ്ടേ 8:11. വൈപ്പേതാനീനോ തൂതിന്റെ മരിച്ച് അവിടെ ഹൃദയമാണ് വസ്ത്രമലക്ക് 2 ജോയ 2:13. മാതാവിന്റെ ഉപദേശം നിശ്ചിത സുപസി 1. പുതിയ സൃഷ്ടിയാകുവാൻ താൻ പരമപദാങ്കാലത്തെ 6:15. നിന്നെ യോധത്തിന്റെ പ്രദർശനത്തെ 14. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്തവാണ് പുറപ്പാട് 15:6. നിന്നെ യോധനൻ 13:35. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും 7. ദൈവമയ തതവഞ്ഞ വാർത്ത തൂപിത്തുന്നായി 19. കർത്താവ് എന്റെ പ്രകാശ രശിമാ സംഗീതം 1. വയും സത്യവും ജീവനും ഞാൻ 14. ചോദിക്കുന്ന ലഭിക്കും 7. നിന്നെ ഭൂമിക്ക് ഉപ്പമത്തെ 13. ഞാൻ 2:3. ദൈവത്തിന് വചവിക്കും വേജപത്തെ 9. എനിക്ക് നീ നല്ല സ്നേഹമന്ദമാ 33. ചിത്തന്നെ നീനതേ തന്നെ 10. നിന്റെ ശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മാർക്കോസ് 10:2. മനുഷ്യൻ വിജയം തത്തന്റെ 15. ദൈവരാജനോട് തന്നെ ലൂക്ക 12:1. നിന്റെ ജീവിതം തത്തവനും ബമ്പയും പിറ്റേഴ്സ് 35. അമ്മയപ്പോൾ ഞാൻ നിന്നെ അസ്വസുഖമായ 13. ശക്തയും തീഞ്ഞുമായി ചേർത്ത് 1:9. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവെന്നെ കേൾക്കണം സംഗീതം 10. ഞാൻ മുന്തിച്ചിതിൽ നിന്ന് സാധുമായ 15. വിശുദ്ധമായ വ്യവസ്ഥയോടെ ചെയ്യുന്ന പുസ്തകം ഞാൻ 10. മാസാന് സോയാജം സമീപിച്ചു 3. പശുട്ടാന്മാരുടെ മേല് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഞാൻ പുനഃ ജീവനയോ 11:25. കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറണ്ടാവില്ല സംഗീതം 1. സ്വതത്തിന്റെ ദൈവം നന്നത്തി ചെയ്യുന്നതും മിന്നും മിന്നോരെ തന്നെയാണ് 18. ഞാൻ ആദ്യം 13. ഞാൻ അങ്ങനെ ആശ്രയിക്കും 12:2. ദൈവത്തെ സമയം പോയിന്ന് ദേവപറ്റിയാണ് ഞാത്തിന്റെ ഒരു സുഭാഷിതം 10. നമ്മുടെ ദേവരാശിയുടെ ദേവമാ സംഗീതം 20. സംരക്ഷിക്കുന്നതും ഞാൻ എനിക്ക് ജീവിതം ക്രിസ്തുവും മനം നാട്ടുമാണ് ഫിലിപ്പ് 1:1. ഇന്നീ ബാധയിച്ചിട്ട് 19:9. ദാവീദിന്റെ പുത്ര ഞങ്ങളെ കണ്ണിന് മേമത്തെ 50. പാതി വിയത്തും പാതി പ്രകാശമായ സന്നിധി 110. താങ്ക് യു ജീസസ്. നമ്മുടെ എപ്പിസോഡ് കൂടുതൽ മനോഹരമാക്കാൻ അമ്മ മാതാവിൻ്റെ ഒരു ഗാനം കേട്ടാലോ? ആ ഗാനത്തിന് ചുവടുവയ്പ്പുകളുമായി നമ്മുടെ മിടുക്കി കുട്ടികൾ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആസ്വദിക്കാം നസ്രത്തിൻ നാട്ടിലെ അമ്മ മാതാവിൻ്റെ ഗാനം. നസറത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പോവാൻ വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി കന്യാ
കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു, എരിയുമീ തിരയിലും കണ്ടു. എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും ഈശ്വരം ഏഴിലും യേശുനാഥ നിന്നെ കണ്ടു. നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ തീരാറായി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ഈശോയുടെ കൂടെയായിരിക്കാം, ഈശോയുടെ ഒപ്പമായിരിക്കാം. ഇറ്റ്സ് മീ മേധ. ഗോഡ് ബ്ലെസ്. ബൈ. സ്നേഹമാ